പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ഇരുചക്ര വാഹനം കാട്ടാന തകർത്തു. ധോണി സ്വദേശി ബിനോയ് സഞ്ചരിച്ച വാഹനമാണ് ആന തകർത്തത്. ഇരുചക്ര വാഹനം ഓഫായതോടെ യുവാവ് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവം കഞ്ചിക്കോട് മലമ്പുഴ പാതയിലാണ് ഉണ്ടായത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഇരുചക്ര വാഹനം കാട്ടാന തകർത്തു, പക്ഷേ യാത്രക്കാരൻ എന്തായാലും ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, കഞ്ചിക്കോട് മലമ്പുഴ പാതയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഞ്ചിക്കോട് ജോലി ചെയ്യുന്ന ധോണി സ്വദേശിയായ വ്യക്തി, അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ബിനോയ് എന്ന വ്യക്തി ജോലി അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വൈകിട്ട് പോവുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് ഈ പ്രധാന പാതയിലേക്ക് കാട്ടാന എത്തിയത്. കാട്ടാനയെ കണ്ടതോടുകൂടത്തിൽ ഇദ്ദേഹം ഭയന്നു. പെട്ടെന്ന് ഇരുചക്ര വാഹനം ഓഫായി. ഇതോടുകൂടെ തന്നെ ആന ഈ യുവാവിന് നേരിട്ട്, ബിനോയ്ക്ക് നേരിട്ട് ആന വന്നതോടുകൂടെ തന്നെ ഇരുചക്ര വാഹനം അവിടെ ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. ഓടി തൊട്ടടുത്ത് പോയി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ബിനോയ് അഭയം തേടിയത്. ഇതിനിടയ്ക്ക് ഈ ആന ബിനോയുടെ വാഹനം തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ട്രെയിൻ തട്ടിച്ചരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. ഇതേ പാതയ്ക്ക് ഒരു 200 മീറ്റർ അപ്പുറത്താണ് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത്. ആ റെയിൽവേ ട്രാക്കിലാണ് കാട്ടാന ട്രെയിൻ തട്ടിച്ചരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാനായ മുകേഷിന് ഇത്തരത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച് അതും ഇതേ മേഖലയിൽ തന്നെയാണ്. ഈ കാട്ടാനകൾ ഈ മലമ്പുഴ മേഖലയിൽ തമ്പടിച്ച് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങൾക്ക് ജനവാസ മേഖലയിലും ഈ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പ്രധാന പാതയിൽ പോലും യാത്ര ചെയ്യാനും മറ്റും ഒന്നും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് മലമ്പുഴ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ വലിയ ഒരു അമർഷം പൊഴിയുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നിരവധി ആനകൾക്ക്, ഈ കാട്ടാനകൾക്ക് മതപ്പാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 30ഓളം കാട്ടാനകൾ ഈ മേഖലയിലുണ്ട്. ഇതൊന്നും കാട് കയറി പോവാതെ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളതെന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പരാതിയായി പറയുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.